ജീവിതത്തിൽ ചില വേദനകളിലൂടെ കടന്നുപോയി, ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകനായ എസെക്കിയേലിലൂടെ ഇസ്രായേൽ ദേശത്തിലെ പർവ്വതങ്ങളോടും കുന്നുകളോടും മലകളോടും താഴ്വരകളോടുമുള്ള ദൈവിക ആലോചനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഈ ജനം ചില മേഖലകളിൽ ചെന്ന് നിന്ദിക്കപ്പെടുവാൻ ഇടയായി തീർന്നു, പരിഹസിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ ജാതികൾ, അവരെ പരിഹസിച്ച, അവരെ നിന്ദിച്ച ജാതികൾ തങ്ങളുടെ ലജ്ജ അനുഭവിക്കും എന്ന് കർത്താവ് കൈ ഉയർത്തി ഇസ്രായേൽ ജനത്തോട് സത്യം ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിൽ ചില വേദനകളിലൂടെ കടന്നുപോയി, ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ ഇനി നിങ്ങൾക്ക് അനുകൂലമായി തീരും. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും, ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനും തന്നെ വർദ്ധിപ്പിക്കും, പട്ടണങ്ങളിൽ നിവാസികളുണ്ടാകും, ശൂന്യപ്രദേശങ്ങളെ പണിയും, ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും, അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും, ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും, നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. പ്രൈസ് ലോർഡ്. കർത്താവ് ഈ ജനത്തോട് ഒരു ദൈവീയ ആലോചന കൈമാറുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. പ്രൈസ് ലോർഡ്. എൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ വീണ്ടും ദൈവീക വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും, ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും, അവർ നിന്നെ കൈവശമാക്കും, നീ അവർക്ക് അവകാശമായിരിക്കും. പ്രൈസ് ലോർഡ്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിക്കാനിടയായി തീർന്നു. അവരായിരുന്ന ദേശത്തിൽ അവരുടെ നടപ്പ് നിമിത്തം ആ ദേശത്തെ അവർ മലിനമാക്കുവാനിടയായി തീർന്നു. അത് 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മലിനമാക്കി. കർത്താവിൻ്റെ കൽപ്പനകളെ അവർ പ്രമാണിക്കാതെ പോയി. അവരായിരുന്ന ദേശത്ത് അവരുടെ നടപ്പ് കൊണ്ട് പ്രവർത്തി കൊണ്ട് ആ ദേശത്തെ മലിനമാക്കുവാനിടയായി തീർന്നു. 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു, അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോൾ ഈ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദേശത്തെ മലിനമാക്കിയത് കൊണ്ട് കർത്താവ് ഹല്ലേലൂയ അവരെ ചിതറിക്കുവാനിടയായിരുന്നു. ജാതികളുടെ ഇടയിലേക്ക് അവർ ചിഹ്നിച്ചു പോകുവാനിടയായിരുന്നു. പക്ഷേ അതിനെ ഓർത്ത് കർത്താവ് വീണ്ടും അനുതപിച്ച് ആ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത് 21-ാമത്തെ വാക്യത്തിൽ: എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. സ്വതം ദൈവത്തിന് അയ്യോഭാവം തോന്നിയിട്ട് കർത്താവ് പറയുക, അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. കർത്താവ് അവരുടെ ഇടയിൽ ചില പ്രവർത്തികളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വന്നു പറ്റിയ പരാജയത്തെക്കുറിച്ച് ദൈവം സ്തോത്രം അവരോട് മനസ്സലിഞ്ഞ് അവരെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ വിശുദ്ധ നാമം നിമിത്തം ഞാൻ നിങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 26-ാമത്തെ വാക്യം വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്യമാണ്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഇടയിൽ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. പ്രൈസ് ലോർഡ്. ദൈവം അവരുടെ ജീവിതത്തിൽ ചില പ്രവർത്തികളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. കല്ലായുള്ള ഹൃദയം മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഹൃദയം കർത്താവ് അവരിൽ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വരം വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ ചില പ്രവർത്തികളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 37-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു:
യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. കർത്താവ് അരുളി ചെയ്തു, കർത്താവ് അത് നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അരുളി ചെയ്ത ഓരോ വാഗ്ദത്തങ്ങൾ കർത്താവ് നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്. കർത്താവ് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രതീക്ഷയുടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും പുതിയൊരു ഹൃദയത്തെ നമ്മിൽ പകർന്ന് തന്റെ ആത്മാവിനാൽ നമ്മെ നയിക്കേണ്ടത് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വശങ്ങളാൽ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.